നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ലോ നോയ്സ് ആംപ്ലിഫയേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ലോ നോയ്സ് ആംപ്ലിഫയർ LNA എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ് that amplifies a very low power signal without significantly degrading its signal to noise ratio. വളരെ ലോ പവർ ഉള്ള ഒരു സിഗ്നലിനെ നല്ല രീതിയിൽ ആംപ്ലിഫൈ ചെയ്യാൻ കഴിയുന്ന, പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ നോയ്സിനെ, ഇൻപുട്ടിൽ വരുന്ന നോയ്സിനെ വളരെ കുറച്ചേ ആംപ്ലിഫൈ ചെയ്യുള്ളൂ, സിഗ്നലിനെ മാത്രം നല്ലവണ്ണം ആംപ്ലിഫൈ ചെയ്ത് തരുന്ന ഒരു ആംപ്ലിഫയർ ആണ് ലോ നോയ്സ് ആംപ്ലിഫയർ LNA എന്ന് പറയുന്നത്. സോ ഇവിടെ എടുത്തു പറയുന്നത് വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഡിഗ്രേഡിങ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഒന്ന് നോക്കാം. എന്താണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ? SNR, signal to noise ratio, is the measure of the strength of the desired signal relative to background noise. അപ്പോൾ SNR ഹൈ ആണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നമുക്ക് ആവശ്യമുള്ള സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്, നോയ്സ് കുറവാണ്. അപ്പോൾ ഹൈ SNR എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഇറ്റ് മീൻസ് ദ സിഗ്നൽ ഈസ് ക്ലിയർ, ഈസി ടു ഡിറ്റക്ട് ഓർ ഇന്റർപ്രറ്റ്. ആ സമയത്ത് ലോ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? Low SNR means that signal is corrupted or obscured by noise. അപ്പോൾ SNR, signal to noise ratio എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത്, ഡിസൈർഡ് സിഗ്നൽ എത്രമാത്രം കൂടുതലുണ്ട്, അത് നോയ്സ് എത്രമാത്രമാണ് കൂടുതൽ നിൽക്കുന്നത്, അതിന്റെ ഒരു റേഷ്യോ നമുക്ക് അറിയുന്നതാണ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഹൈ SNR ആണ് എപ്പോഴും പ്രിഫർ ചെയ്യപ്പെടുന്നത്. കാരണം ഹൈ SNR എന്ന് പറയുന്നത് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സിഗ്നല് നല്ലവണ്ണം, ആവശ്യമുള്ള സിഗ്നല് നല്ലവണ്ണം ആംപ്ലിഫൈഡ് ആയിട്ടുണ്ട്, സിഗ്നല് ക്ലിയർ ആണ്, വൃത്തിയായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് SNR ലോ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, സിഗ്നല് അവിടെ നോയ്സിനേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ സിഗ്നൽ അവിടെ കറപ്റ്റഡ് ആയിട്ടുണ്ട്, നോയ്സ് അവിടെ കൂടുതലായിട്ടുണ്ട്. അത് ഡെസ്റ്റിനേഷനിൽ അത് ഡിറ്റക്ട് ചെയ്യാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, റിക്കവർ ചെയ്യാനോ തിരിച്ചറിയാനോ ബുദ്ധിമുട്ടാണ് SNR ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലോ നോയ്സ് ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്താണ്? ലോ, വളരെ ലോ പവർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, ഒപ്പം തന്നെ കൂട്ടത്തിൽ വരുന്ന നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വളരെ കുറച്ചേ ആംപ്ലിഫൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വളരെ അത്രയും കുറവളവിനെ അത് ആംപ്ലിഫൈ ചെയ്യുള്ളൂ. പകരം നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, വളരെ ചെറിയ പവറുള്ള ഇൻപുട്ട് സിഗ്നലിനെ അത് നല്ല രീതിയിൽ ആംപ്ലിഫൈ ചെയ്യും. അങ്ങനെയുള്ള ഒരു ആംപ്ലിഫയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ നോയ്സ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. മറ്റ് ഇലക്ട്രോണിക് ആംപ്ലിഫയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇലക്ട്രോണിക് ആംപ്ലിഫയർ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബോത്ത് പവർ ഓഫ് ബോത്ത് സിഗ്നൽ ആൻഡ് നോയ്സ് പ്രസന്റ് ഇൻ ഇറ്റ്സ് ഇൻപുട്ട്. ഇൻപുട്ടിലുള്ള സിഗ്നലിനെയും ആംപ്ലിഫൈ ചെയ്യും ഒരു ഇലക്ട്രോണിക് ആംപ്ലിഫയർ, ഒപ്പം തന്നെ അതിന്റെ കൂടെ വരുന്ന നോയ്സിനെയും ആംപ്ലിഫൈ ചെയ്യും. നമുക്ക് ആവശ്യം ശരിക്കുള്ള സിഗ്നൽ മാത്രമാണ് അല്ലെ. പക്ഷെ ആ ഒരു പ്രക്രിയക്ക് പകരം എന്ത് സംഭവിക്കുന്നു? നോയ്സിനെ കൂടെ ഈ ഇലക്ട്രോണിക് ആംപ്ലിഫയർ അവിടെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ഈസ് സം അഡീഷണൽ ഇൻട്രൊഡക്ഷൻ ഓഫ് നോയ്സ് വിൽ ബി ദർ ഇൻ ദ ഇലക്ട്രോണിക് ആംപ്ലിഫയർ. ഇലക്ട്രോണിക് ആംപ്ലിഫയർ ആകുമ്പോൾ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നു, കൂടെ വരുന്ന നോയ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ഒരു ചെറിയ നോയ്സ് ആംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അഡീഷണലി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ LNA ഡിസൈൻ ചെയ്യുന്ന സമയത്ത് LNAs ആർ ഡിസൈൻ ടു മിനിമൈസ് ദാറ്റ് അഡീഷണൽ നോയ്സ്. ഒപ്പം വരുന്ന നോയ്സിനെ അത് വളരെ കുറച്ച് മാത്രമാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. നമ്മൾ ഈ ലോ നോയ്സ് ആംപ്ലിഫയർ എപ്പോഴും യൂസ് ചെയ്യുന്നത് റിസീവർ ഫ്രണ്ട് എൻഡിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു റിസീവർ ഫ്രണ്ട് എൻഡിലായിരിക്കും നമ്മൾ ലോ നോയ്സ് ആംപ്ലിഫയറിനെ യൂസ് ചെയ്യുന്നത്. സോ ലോ നോയ്സ് ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ഇൻ ദ റിസീവർ ഫ്രണ്ട് എൻഡ് ടു ഇൻക്രീസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസീവ്ഡ് RF സിഗ്നൽ ആൻഡ് ടു റിറ്റെയിൻ ദ സെയിം SNR. അപ്പൊ നമ്മൾ ലോ നോയ്സ് ആംപ്ലിഫയർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം? നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്ത് നോയ്സ് സിഗ്നലിൽ വരുന്ന നോയ്സിനെ വളരെ കുറച്ച് മാത്രം എടുത്ത്, അല്ലെങ്കിൽ മാക്സിമം നോയ്സിനെ അവോയ്ഡ് ചെയ്ത് സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്ത് തരുന്ന ഒരു ആംപ്ലിഫയർ ആണല്ലേ ലോ നോയ്സ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ SNRന്റെ സ്ട്രെങ്ത്, ഹൈ SNR മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യമുള്ള സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതലും റിസീവർ എൻഡിൽ, നമ്മളൊരു സിഗ്നൽ എവിടെന്നെങ്കിലും റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ റിസീവർ എൻഡിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്ത് ആംപ്ലിഫയർ ആയിരിക്കും? ലോ നോയ്സ് ആംപ്ലിഫയർ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ അറിയാം, ഇതൊരു RF റിസീവറിന്റെ പടമാണ്. ഇത് റിസീവർ ഫ്രണ്ട് എൻഡിൽ
നമ്മുടെ ലോ നോയ്സ് ആംപ്ലിഫയറിനെ യൂസ് ചെയ്തിരിക്കുന്നത് കാണാം. ജസ്റ്റ് ഡയഗ്രമാറ്റിക്കലി കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നേരത്തെ നമ്മൾ റിസീവർ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കൂടുതലും ലോ നോയ്സ് ആംപ്ലിഫയർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് റിസീവർ സൈഡ് ആണ്. സോ ഈ റിസീവർ സൈഡ് ആന്റിനയിൽ കൂടെ we are going to receive the weak signal through this receiver side antenna. ഇതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുമ്പോൾ അറ്റുനേഷൻ ഒക്കെ സംഭവിച്ചിട്ടുള്ള വീക്ക് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും ഈ ആന്റിനയിൽ കൂടെ കിട്ടുന്നത്. ഈ സിഗ്നൽ ചെല്ലുന്നത് ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിലേക്കാണ്. ഈ ബാൻഡ് പാസ് ഫിൽറ്റർ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, ഹിയർ വി ആർ സെലക്ടിങ് ദ റിക്വയർഡ് ബാൻഡ് വിഡ്ത്ത് യൂസിങ് ദിസ് ബാൻഡ് പാസ് ഫിൽറ്റർ. കടത്തിവിടേണ്ട ബാൻഡ് ഫ്രീക്വൻസിനെ മാത്രം ഇവിടെ സെലക്ട് ചെയ്യപ്പെടും. ആൻഡ് ദിസ് സിഗ്നൽ ഈസ് ഗിവൺ ടു ദ ലോ നോയ്സ് ആംപ്ലിഫയർ. സോ ലോ നോയ്സ് ആംപ്ലിഫയറിന് ആവശ്യമുള്ള ബാൻഡിലുള്ള സിഗ്നൽസിനെ മാത്രം കിട്ടുമ്പോൾ ആ കിട്ടുന്ന സിഗ്നലിലെ റിക്വേർഡ് സിഗ്നലിനെ മാത്രം അത് ആംപ്ലിഫൈ ചെയ്തിട്ട് സിഗ്നലിലെ വരുന്ന നോയ്സിനെ അത് കടത്തിവിടുന്നില്ല. സോ ഇറ്റ്സ് ഓൺലി ആംപ്ലിഫൈസ് ദ റിക്വേർഡ് സിഗ്നൽ ആൻഡ് നോട്ട് ദ നോയ്സ് സിഗ്നൽ. സോ നമുക്ക് LNAയുടെ അല്ലെങ്കിൽ ലോ നോയ്സ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് റിക്വേർഡ് സിഗ്നൽ നല്ലവണ്ണം ആംപ്ലിഫൈഡ് ആയിട്ടും അതിന്റെ കൂടെ വന്നിരുന്ന നോയ്സ് വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുമായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു LNAയിലേക്ക് വരുന്ന സിഗ്നലിന് ഒരു റിസീവ്ഡ് സിഗ്നൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നതാണ് നോയ്സ് സിഗ്നൽ. ഈ നോയ്സും വരുന്ന റിസീവ്ഡ് സിഗ്നലും LNAയിലേക്ക് കൊടുക്കുമ്പോൾ ലോ നോയ്സ് ആംപ്ലിഫയർ റിസീവ്ഡ് ആവശ്യമുള്ള റിക്വേർഡ് സിഗ്നലിനെ മാത്രം ആംപ്ലിഫൈ ചെയ്ത് തരുന്നു, നോയ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നില്ല. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോ നോയ്സ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. ഹെൻസ് ദ ലോ നോയ്സ് ആംപ്ലിഫയർ മെയിൻറ്റെയിൻസ് ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ SNR ഹൈ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഡീഗ്രേഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. SNR ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, സിഗ്നൽ നല്ലോണം ആംപ്ലിഫൈഡ് ആയി, നോയ്സ് അവിടെ ആംപ്ലിഫൈഡ് ആയിട്ടില്ല. എമൗണ്ട് ഓഫ് സിഗ്നൽ ആവശ്യമുള്ള റിക്വേർഡ് സിഗ്നൽ ആണ് കൂടുതൽ, നോയ്സ് അവിടെ അൺനെസസറി സിഗ്നൽ ആണ്, അൺഡിസൈർഡ് സിഗ്നൽ ആണ്, അത് അവിടെ വളരെ കുറവാണ്. സോ ഹയർ SNR അവിടെ കീപ്പ് ചെയ്തിട്ടാണ് ലോ നോയ്സ് ആംപ്ലിഫയർ അതിന് ഇൻപുട്ടിൽ കിട്ടിയ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റിസീവർ ഫ്രണ്ട് എൻഡിൽ ഒരു ലോ നോയ്സ് ആംപ്ലിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ലോ നോയ്സ് ആംപ്ലിഫയറിന്റെ സം മേജർ അപ്ലിക്കേഷൻസ് എവിടേക്കാണെന്ന് നോക്കാം. So our low noise amplifier is widely used in communication receivers. Communication receivers low noise amplifier ne നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലോ നോയ്സ് ആംപ്ലിഫയറിന്റെ ഉപയോഗം വരുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ, റഡാറിൽ, മിലിറ്ററി അപ്ലിക്കേഷൻസിൽ, അതുപോലെ GPS എക്സെട്ര ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഇത് മെയിൻ ആയിട്ട് നമ്മൾ LNA യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ആണ്.